വല്ലാത്തൊരു വേദനയുടെ പകലാണ് കടന്നുപോയത്. മലപ്പുറം പാങ് സർക്കാർ LP സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പ്രിയ അധ്യാപകർ ഇനിയില്ല. ഇന്നലെ വാൽപ്പാറയിലുണ്ടായ വാഹനാപകടം ഒരു സ്കൂളിനെയും കുറേ കുടുംബങ്ങളെയുമാണ് അനാഥരാക്കി കളഞ്ഞത്. പ്രധാന അധ്യാപിക അജിത ടീച്ചർ, അധ്യാപകരായ ആശ, ഷക്കീന, റംല, സുഹർ ടീച്ചറും പ്രിയപ്പെട്ട മകൻ ഹിഷാമും, അധ്യാപകനായ മജീദ്, അദ്ദേഹത്തിന് വെളിച്ചം പകർന്നു നൽകിയ ഭാര്യ റുഖിയ, പാചകത്തൊഴിലാളി സാജിറ, അവരെല്ലാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാത്ര ആസ്വദിക്കുകയായിരുന്നു. ആശ ടീച്ചറുടെ പാട്ട് കേട്ടിരിക്കുകയായിരുന്നു എല്ലാവരും. നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും എന്ന വരികൾക്ക് പിന്നാലെ വിധി ജീവിതത്തിൽ നിന്നും അവരെ തട്ടിയെടുത്തു. വാൽപ്പാറ പൊള്ളാച്ചി ചുരം റോഡിലെ 13-ാം ഹെയർ പിൻ വളവിൽ നിന്ന് 300 അടിയോളം താഴ്ചയിലേക്ക് വാഹനം പതിച്ചു. 9-ാം വളവിൽ വന്നു വീണു. പാങ്ങിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പൊതുദർശനം. പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ നെഞ്ചുപൊട്ടുന്ന വേദനയും കടിച്ചമർത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഓടിയെത്തി. പിന്നീട് പലയിടങ്ങളിലായി സംസ്കാരം. പാങ് LP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകർ മാത്രമാണ്. 1-ാം ക്ലാസ്സിലെ ടീച്ചർ ഹസ്നത്ത്, KG അധ്യാപകരായ യശോദയും റസീനയും. വേനലവധി കഴിഞ്ഞെത്തുമ്പോൾ എന്താകും അവരുടെയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ മനസ്സ്? മുഹമ്മദ് ഷഹീദ് പറയും. മലപ്പുറത്തിൻ്റെ ഉൾപ്രദേശത്ത് തികച്ചും ഗ്രാമീണമായ ഒരു സ്ഥലമാണ് ഈ പാങ് കുറുവ പ്രദേശം. അവിടെയുള്ള നാട്ടുകാരുടെ ഏറ്റവും വലിയ അത്താണിയായിരുന്ന, ആശ്രയ കേന്ദ്രമായിരുന്ന, കുട്ടികളുടെ വലിയ സന്തോഷത്തിൻ്റെ കേന്ദ്രമായിരുന്ന GM LP സ്കൂളിലാണ്, ആ സ്കൂളിലെ അധ്യാപകരാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ സ്കൂൾ ഇനി വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് കുട്ടികൾ തിരിച്ചെത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കുട്ടികൾ സ്കൂളിലേക്കിൻ്റെ പടി കയറുക, ഗേറ്റ് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അവരെ അത്രയും സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി അവരെ പഠിപ്പിച്ചിരുന്ന, അവരെ സന്തോഷിപ്പിച്ചിരുന്ന, അവരുടെ വിനോദങ്ങളിലെല്ലാം അവർക്ക് കൂടെ ഉണ്ടായിരുന്ന, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്ന പ്രിയപ്പെട്ട അധ്യാപകരാണ്. അജിത ടീച്ചർ, HM ഉൾപ്പെടെയുള്ള അധ്യാപകരാണ് അവരോട് വിട പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വലിയ ആഘാതം നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ്. പൊതുദർശനത്തിന് ഹയർ സെക്കൻഡറി
ആദ്യ സ്കൂളിൽ വെച്ചപ്പോൾ സ്കൂൾ കുട്ടികൾ GLP സ്കൂളിലെ കുട്ടികളായിരുന്നു സ്കൂൾ യൂണിഫോം അണിഞ്ഞ് അവിടെ എത്തിയത്. വിതുമ്പുന്ന കണ്ണുകളോടുകൂടിയാണ് അവർ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് യാത്രാമൊഴി നൽകിയിട്ടുള്ളത്. ഒട്ടേറെ പദ്ധതികൾ ഈ സ്കൂളിൽ നടത്താൻ വേണ്ടി ബാക്കി വെച്ചാണ് അവർ ഇവിടെ നിന്നും മടങ്ങിപ്പോയത്. അതിനി എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം. ഏറ്റവും പ്രധാനമായും ഒരു 100-ലധികം പഴക്കമുണ്ട് സ്കൂളിന്. പ്രദേശത്തുള്ള ആളുകളിലൊക്കെ എല്ലാത്തിൻ്റെയും ആശ്രയമായി കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള അധ്യാപകർ ഒരു 5, 8, 10, 12 വർഷം ഇവിടെ തുടർച്ചയായി പഠിപ്പിച്ചിരുന്ന, ഗവൺമെൻറ് സ്കൂളാണെങ്കിലും തുടർച്ചയായി പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് അവർക്ക് നഷ്ടമായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും അതിൻ്റെ ആഘാതം എന്നുള്ളത് പറഞ്ഞാൽ അത് മതിയാവുകയില്ല. ചിതറിയ അക്ഷരങ്ങളും ചിതറിയ വാക്കുകളുമായാണ് ഈ ആളുകളെല്ലാം നമ്മോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സർക്കാരും സംവിധാനങ്ങളും എല്ലാം അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം മാത്രമാണ് അവരുടെ കൈമുതലുള്ളത്. ഒപ്പം തന്നെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു, പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി അവരുടെ തകർന്ന മാനസിക നില അത് ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ പാങ്ങ് പ്രദേശം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കാണാത്ത രീതിയിൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചേതനയറ്റ ശരീരത്തിന് യാത്രാമൊഴി നൽകി തോരാത്ത കണ്ണീരുമായി സങ്കടപ്പെട്ട് കഴിയുന്നൊരു ഗ്രാമമാണ് ഈ പാങ്ങ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആ സങ്കടം നേളിച്ചു ഈ നാട്ടിൽ കാണാനും കഴിയുകയും ചെയ്യും.